ഈ ഫിസിക്സിനൊക്കെ പിള്ളേർക്ക് എങ്ങനെയാണ് ഈ 180 ഒക്കെ കിട്ടുന്നത്? അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണ്. NCERT സാറേ വായിക്കണോ വേണ്ടായോ? ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയലാണ് നല്ലത്? MCQs മസ്റ്റായി ചെയ്തിരിക്കണം. ഹലോടാ മക്കളെ, എല്ലാവരും കുറേ നാളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ലൈവ് ചാറ്റുകളിലും അല്ലാതെയൊക്കെ കുട്ടികൾ പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത്? എങ്ങനെ പഠിച്ചാൽ ഫിസിക്സിന് മാർക്ക് കിട്ടും? ഈ ഫിസിക്സിനൊക്കെ പിള്ളേർക്ക് എങ്ങനെയാണ് ഈ 180 ഒക്കെ കിട്ടുന്നത്? അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണ്. അത് ഇനി ഇവർക്ക് കിട്ടുന്നത് ഇനിയും വല്ല ക്വസ്റ്റ്യനൊക്കെ ചോർന്നുകൊണ്ട് വല്ലതും കിട്ടുന്നതാണോ, അല്ല ഇത് കിട്ടാൻ സാധ്യത ഉണ്ടോ? പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. മക്കളെ, ഫിസിക്സിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് നീറ്റിന് വരുമ്പം നിങ്ങൾ നന്നായിട്ട് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. ഫുൾ മാർക്ക് എത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു 170+ അല്ലെങ്കിൽ ഒരു 165+ സ്കോറൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അത് നിങ്ങളൊരു പ്രോപ്പർ സ്ട്രാറ്റജിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ആ സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്കൂൾ എക്സാമിനല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. അപ്പോൾ നിങ്ങൾ സ്കൂൾ എക്സാമിനാണ് എങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഒരു 100 കുട്ടികളോ അല്ലെങ്കിൽ ഒരു 200 കുട്ടികളോ തമ്മിലുള്ള മത്സരമായിരിക്കും. ഇതൊരു സ്കൂൾ ഫസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയല്ല. ഇതൊരു ക്ലാസ് ഫസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഫസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ ടോപ്പറിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ടോപ്പറിനെ കണ്ടെത്താനോ വേണ്ടി നടത്തുന്ന പരീക്ഷയല്ല. ഇതൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. ഇന്ത്യയിലെ നമ്മളുടെ രാജ്യത്തെ ഏറ്റവും മിടുക്കരെ കണ്ടെത്താൻ നടത്തുന്ന, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഏറ്റവും നല്ലൊരു ഫിൽട്രേഷൻ എക്സാമാണ് നീറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. സോ അപ്പം നീറ്റായാലും JEE ആയാലും ഇതൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ ഫിൽട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫിൽട്രേഷൻ പ്രോസസ്സ് കടന്ന് വരാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിൽ സ്റ്റക്കായി പോകും. നിങ്ങൾക്ക് അത് കടന്നു വരാനായിട്ട് പറ്റില്ല. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ കടന്നു പോകുന്നത് വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഏകദേശം 25 ലക്ഷത്തോളം കുട്ടികൾ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട്. നമുക്ക് ഒരു MBBSൻ്റെ സീറ്റിൻ്റെ കണക്കൊക്കെ എടുത്താൽ ഒരു 25,000-ഓളം സീറ്റൊക്കെ നമുക്ക് വരുന്നുണ്ട് രാജ്യമൊട്ടാകെ. അതായത് 25 ലക്ഷം കുട്ടികളിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ് സീറ്റുകൾ എടുക്കുമ്പം ഏകദേശം ഒരു 25,000-ഓളം സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 100 കുട്ടി എഴുതുമ്പോൾ മാത്രമേ നമുക്ക് ഒരാൾക്ക് സീറ്റ് കിട്ടൂ. 100 കുട്ടികൾ എഴുതുമ്പോഴേ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടും. അപ്പം നിങ്ങളുടെ സ്കൂളിലെ 100 കുട്ടികൾ എഴുതാൻ പോയാൽ അവിടെ കിട്ടാനുള്ള സാധ്യത ഒരു കുട്ടിക്കാണ്. അപ്പം അത്രത്തോളം ഇതിനൊരു കോമ്പറ്റീഷൻ ലെവലുണ്ട്. സോ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് അതുപോലെ കൂടണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. സോ എഫേർട്ട് കൂടണം എന്ന് വെച്ചാൽ നമ്മൾ നന്നായി മോട്ടിവേറ്റഡ് ആയിരിക്കണം. മോട്ടിവേറ്റഡ് ആയാൽ മാത്രം പോരാ, ത്രൂ ഔട്ട് ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ എക്സാം ഇതിൻ്റെ ലെവല് മനസ്സിലാക്കുക. ഈ എക്സാം ഒരിക്കലും ഒരു ടഫ് എക്സാം അല്ല. JEE എക്സാം അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് എക്സാം ഒക്കെ ഒരു ടഫ് എക്സാമാണ്. പക്ഷേ നീറ്റ് എൻട്രൻസ് എക്സാമിന് 2 പാറ്റേണേ ഉള്ളൂ, മോഡേ ഉള്ളൂ. ഒന്നുകിൽ അത് ഈസി ആയിരിക്കും അല്ലെങ്കിൽ അത് ആവറേജ് ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ഏത് വർഷത്തെ ഒരു 10-15 വർഷത്തെ നീറ്റ് എക്സാം നോക്കിയോളൂ. ഒന്നെങ്കിൽ ആ പേപ്പർ ഒരു ആവറേജ് പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഈസി ആയിരിക്കും. കൂടുതലും ഈസി പേപ്പേഴ്സാണ് വരാറ്. ആവറേജ് വരുന്നത് തന്നെ വളരെ കുറവാണ്. കൂടുതലും വരുന്നത് ഈസിയാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ നമുക്ക് ഭൂരിഭാഗം എല്ലാ പരീക്ഷകളും നമുക്ക് വളരെ ഈസി ആയിരുന്നു, വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതായിരുന്നു. അപ്പം മനസ്സിലാക്കുക, ഇതാണ് ഈ എക്സാമിൻ്റെ മൂഡ്. അപ്പം അതിനനുസരിച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്യാവൂ. വെറുതെ ആവശ്യമില്ലാതെ ഇപ്പം നിങ്ങൾ കുറേ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഒരു 1.5 പാരഗ്രാഫിൻ്റെയോ 2 പാരഗ്രാഫിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യനുകളൊക്കെ വലുത് ചെയ്ത് നിങ്ങൾക്ക് സമയം, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ തിങ്കിങ് ലെവൽ കപ്പാസിറ്റി ഒക്കെ കൂട്ടാം. പക്ഷെ അല്ലാതെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഈ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ്, ആ രീതിയിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് സ്കോറിലേക്ക് എത്താം. ഫിസിക്സ് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഫിസിക്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് നോക്കരുത്, അതായത് മഗ്ഗപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കരുത്. ഫിസിക്സ് ആദ്യം നിങ്ങൾ അതിൻ്റെ ഐഡിയ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്, നിങ്ങൾ എന്താണോ പഠിക്കുന്നത്
ആ കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇപ്പം അത് ചിലപ്പോൾ പ്രൂഫുകളുടെ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആയിരിക്കാം. എങ്ങനെയായാലും അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ പ്രൂഫ് നിങ്ങളിപ്പോൾ പല കുട്ടികളും ചോദിക്കാറില്ല, സാറേ ഈ പ്രൂഫ് പഠിക്കണോ പ്രൂഫൊന്നും നിങ്ങൾ എഴുതി പഠിച്ച സമയങ്ങളൊന്നും കളയാതിരിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൃത്യമായി എഴുതി വെച്ചിരിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി നിങ്ങൾ പഠിച്ചു തീരുമ്പോൾ തന്നെ ആ മോഷൻ അണ്ടർ ഗ്രാവിറ്റി നിങ്ങളൊരു 10 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യനോ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി പഠിക്കുകയാണ്, റിലേറ്റീവ് വെലോസിറ്റി വെച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ റേ നമ്പറിലെ പ്രോബ്ലം ചെയ്യുവാണ്, നിങ്ങൾ അത് വെച്ചുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കുകയാണ്, അത് വെച്ചുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതായത് കുളംസ് ലോ പഠിക്കുകയാണ്, അത് വെച്ചുള്ള പ്രോബ്ലംസ് ഏത് സെക്ഷൻസ് ആണോ നിങ്ങൾ പഠിക്കുന്നത് ആ സെക്ഷൻ വെച്ചുള്ള MCQs മസ്റ്റായി ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുന്നിലേക്ക് കയറി വരാനായിട്ട് പറ്റില്ല. പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പം മസ്റ്റായിട്ടും ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ലിമിറ്റ് വെക്കണം. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 5 മിനിറ്റ് എടുക്കുമായിരിക്കും. നാളെ പക്ഷേ അതേ മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കുന്നത് ചിലപ്പോൾ 2 മിനിറ്റ് ചെയ്യാൻ പറ്റണം. മറ്റേനാൾ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും 2 മിനിറ്റിലും അല്ല, നിങ്ങളൊരു 60 സെക്കൻഡിൽ താഴെ അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡിനകത്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ സമയം കൂട്ടണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരിക്കരുത്. ടൈം ലിമിറ്റ് നിർബന്ധമാണ്. പിന്നീട് പല കുട്ടികളും ചെയ്യാത്ത കാര്യം, ഇത് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഇക്വേഷൻ ബുക്ക്. നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ എന്നും നിങ്ങൾക്ക് ഇരുന്ന ചാപ്റ്റർ ഒന്നും റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ചാപ്റ്ററിൽ എത്ര ഇക്വേഷൻസ് ഉണ്ടോ ആ ഇക്വേഷൻസിനെ നിങ്ങളിപ്പോൾ 10 ഇക്വേഷൻ, നിങ്ങളിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നു, നിങ്ങൾക്ക് ആ ചാപ്റ്ററിനകത്ത് ഒരു 20 ടൈപ്പ് പ്രോബ്ലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 10-25 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടൈപ്പുകൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ ഇക്വേഷൻ ബുക്കായിട്ട് ഫോം ചെയ്യുക. നിങ്ങൾ മൂവിങ് ചാർജസ് പഠിക്കുന്നു, അത് പഠിക്കുന്ന ഇക്വേഷൻസ് എല്ലാം എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ അതെല്ലാം ഇപ്പോൾ ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, അതേപോലെ സോളിനോയിഡിൻ്റെ സെൻട്രലിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, ഗാൽവനോമീറ്റർ അമീറ്റർ കൺവേർഷൻസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളുടെയും ഓരോന്നും നിങ്ങൾ ഇക്വേഷൻ ബുക്കുകൾ എഴുതി സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും പറ്റുമെന്നെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2 ദിവസമെങ്കിലും കൂടുമ്പം നിങ്ങൾ ആ ഇക്വേഷൻ ബുക്ക് റിവൈസ് ചെയ്യുക. ഇന്നിപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ റിവൈസ് ചെയ്യുന്നു, നാളെ നിങ്ങൾ വീണ്ടും ആ സ്ട്രെയിറ്റ് ലൈൻ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം വേണ്ടി വരത്തില്ല. നിങ്ങൾ മറ്റന്നാൾ സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും സമയം വേണ്ടില്ല, പെട്ടെന്ന് ആ ഇക്വേഷൻ നിങ്ങളുടെ തലേ വരും. പക്ഷേ ഇന്ന് നിങ്ങൾ റിവൈസ് ചെയ്തില്ല, ഇന്ന് നിങ്ങൾ പഠിച്ചു, ഇനി നിങ്ങൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് പുകയായിരിക്കും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, എല്ലാം നിങ്ങൾ മറന്നു. സോ ഇക്വേഷൻ ബുക്ക് നിർബന്ധമാണ്. അത് ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്താൽ ഷുവറാണ്, കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഒന്നും മറന്നു പോകത്തില്ല, എക്സാമുകളെല്ലാം നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. പിന്നീട് ഇക്വേഷൻ ബുക്ക് എല്ലാ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ സാർ എങ്ങനെയാണ് സ്പീഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴും എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സത്യസന്ധത പരീക്ഷിക്കുന്ന ഒരു പരീക്ഷയല്ല ഇത്. നിങ്ങളിപ്പം ജിയുടെ വാല്യൂ 9.8, അതിൻ്റെ അപ്പുറത്ത് പൈ കിടക്കുന്നു 3.9, താഴെ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ 3.14, ഇതെല്ലാം കൂടെ കൃത്യമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു പരീക്ഷയല്ല ഇത്. നിങ്ങൾക്കിത് നല്ല സത്യസന്ധനാണ്, അവന് നന്നായിട്ട് ഗുണിക്കാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക മെഡലുകളൊന്നും കിട്ടുന്ന പരീക്ഷയല്ല ഇത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടത് സ്പീഡും ആക്യുറസി, അതായത് പെട്ടെന്ന് കണ്ടുപിടിക്കുക, നന്നായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ഇപ്പോൾ മുകളിൽ ജി വരുന്നു, താഴെ ഒരു പൈ വരും, നിങ്ങൾ കാണുമ്പോഴേങ്ങ് വെട്ടുക. ഓപ്ഷൻസ് ഒക്കെ തമ്മിൽ ഗ്യാപ്പ് കാണും, 9ഉം പയ്യും തമ്മിൽ വെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വരും, അല്ലെങ്കിൽ 3.something വരും. അല്ലെങ്കിൽ മുകളിൽ 10 വന്നു, താഴെ 3 പൈ വന്നു. ഓപ്ഷൻസ് അടുത്തടുത്താണെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൂടുതലും ഗ്യാപ്പ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വെട്ടി കളയുക, അല്ലെങ്കിൽ പൈ സ്ക്വയറും 10 വന്നു, നിങ്ങൾ വെട്ടിയും കളയുക, ഒന്നും ആലോചിക്കണ്ട. എന്നിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്രോക്സിമേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് ശ്രമിക്കരുത്, അപ്രോക്സിമേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം പോത്തേ ഉള്ളൂ. അപ്രോക്സിമേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്ന ആരാണോ അവരാണ് മിടുക്കർ, അവർക്കാണ് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. പിന്നീട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ പലരും പഠിക്കാൻ നോക്കുമ്പോൾ തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടം പോലെ കാര്യങ്ങൾ വെറുതെ പഠിക്കും, സമയങ്ങളെല്ലാം പോകും. ചിലപ്പോൾ ഔട്ട് ഓഫ് NCERT ആയിരിക്കും പഠിക്കുന്നത്. ലാസ്റ്റ് ഈ പരീക്ഷയ്ക്ക് ഇത് ചിലപ്പം ഇത് വരുത്തുമില്ല, നിങ്ങളുടെ സമയവും പോയി, ബാക്കിയുള്ളവർക്ക് പഠിക്കാനും പറ്റിയില്ല, ആ ഇക്വേഷനും മറന്നുപോയി. ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ പഠിക്കാൻ നോക്കരുത്.
വെറുതെ നിങ്ങൾ ടോപ്പിക്കുകളിൽ കിടന്ന് റിസർച്ച് ചെയ്യരുത്. കാരണം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതിയെടുക്കാനാണ്, അല്ല നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയോ ഒന്നുമല്ല. നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതിയെടുക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ടോപ്പിക്കിലെ സകലമാന കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ NCERTക്ക് പുറത്തുള്ള ഒന്നും നോക്കരുത്, ആവശ്യമില്ലാത്ത ഒന്നും നോക്കാതിരിക്കുക. NCERTയുടെ ബോർഡർ ലൈനിനകത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എമർജൻസി ഉള്ളൂ, അത് മാത്രം പഠിക്കുക. പിന്നീട് പല കുട്ടികളും ചെയ്യുന്ന ചില ചാപ്റ്റേഴ്സ് പഠിക്കും, ചില ചാപ്റ്റേഴ്സ് പഠിക്കാതിരിക്കും. ഇപ്പോഴത്തെ ഒരു നീറ്റിൻ്റെ കട്ട് ഓഫ് ഒക്കെ വെച്ച് ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ ഇമ്പോർട്ടൻസ് പഠിക്കുക. നിങ്ങൾ യൂണിസാമശവന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതേപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ റേയോപ്റ്റിക്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് യൂണിസാമശവനും കൊടുക്കുക. നിങ്ങൾ കറണ്ട് ലെക്സിറ്റിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസിൽ EM വേവും പഠിക്കുക. ചില കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ പാഠങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് കളയും. പക്ഷേ ഏതിനകത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തന്നെ മുമ്പത്തെ 2-3 വർഷങ്ങൾ മാഗ്നറ്റിസം ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, പലരും അങ്ങ് തഴഞ്ഞു കളയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നു, 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വന്നു. അപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ചോദിക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ആണ് നിങ്ങൾ കമ്പാരിസൺ നടത്താതിരിക്കുക. അയ്യോ എൻ്റെ കൂടെ ഇരിക്കുന്നവർ പഠിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലെ റിപ്പീറ്റർ ചേച്ചി 500 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂർ കൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്ര സമയം കൊണ്ട് ചെയ്യും, എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് കിട്ടത്തില്ല, അതൊക്കെ അങ്ങ് കളയുക. അവർ ചിലപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, റിപ്പീറ്റർ പിള്ളേർ, അവർ ചെയ്തോട്ടെ, അവരുടെ കഷ്ടപ്പാടാണ്, അവർ കുറേ നാൾ കൊണ്ട് കാണുന്നതായിരിക്കും, അവർ ചെയ്തോട്ടെ. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങളത് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ വർക്ക് ചെയ്യുക, അല്ലാതെ ആരും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ വർക്ക് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുക. കമ്പാരിസൺ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾ പകുതി രക്ഷപ്പെടും. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പല കുട്ടികളും കോച്ചിങ് സെൻ്ററുകളിലൊക്കെ വന്നിരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യം, അയ്യോ സാറേ അവർ റെസിഡൻഷ്യൽ പഠിച്ചവരാണ്, ഞങ്ങൾ സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, അവർക്കേ പറ്റത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം ഏതാണോ നിങ്ങൾ ആ സ്ഥാപനത്തിൽ നന്നായിട്ട് വിശ്വസിക്കുക, അവിടുത്തെ ടീച്ചേഴ്സിൽ വിശ്വസിക്കുക, അവിടുത്തെ സിസ്റ്റത്തെ നന്നായിട്ട് വിശ്വസിക്കുക, അവർ പറയുന്ന പോലെ ഫോളോ ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വെറുതെ അവിടെ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങൾ കൃത്യമായിട്ട് ത്രൂ ഔട്ടായിട്ട് നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ച് മുന്നിലേക്ക് പോകുക, അല്ലാതെ മറ്റാരുമായിട്ട് നിങ്ങളെ കമ്പാരിസൺ നടത്താതിരിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോട്ടാണ്, മറ്റൊന്നുമല്ല, നമ്മൾ കൂളായിട്ടിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. നിങ്ങൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നു നിങ്ങൾ അത്രത്തോളം പുറകിലേക്ക് വരും. ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു അവസാന വാക്കൊന്നുമല്ല. ഒരിക്കലും ഒരു എൻട്രൻസ് എക്സാമേ അല്ല ഒരു അവസാന വാക്ക്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പല കുട്ടികളുടെയും പേടി, അയ്യോ എനിക്ക് നീറ്റിന് എൻട്രൻസ് എക്സാമിന് മാർക്ക് പറഞ്ഞാൽ എനിക്ക് നാളെ ജീവിക്കാൻ പറ്റുമോ, വീട്ടുകാരനെ തല്ലിക്കൊല്ലുമോ എന്നൊക്കെ. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോടെ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കൂടുകയാണെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ വേറെ രീതിയിലൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങൾ കിട്ടാൻ പോകുന്ന, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയാൽ കിട്ടുന്ന മെറിറ്റുകളെ മാത്രം ചിന്തിക്കുക. അല്ലാതെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു ചിന്തയെ വേണ്ട. വളരെ കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ടൊന്ന് പഠിക്കുക. നല്ല റിസൾട്ട് മക്കളെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ NCERT ഫിസിക്സ് പല കുട്ടികളും ചോദിക്കുന്ന, NCERT സാറേ വായിക്കണോ വേണ്ടായോ? NCERT +1ലെയും +2ലെയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ +1ലെ NCERT വായിച്ച് ഇല്ലെങ്കിലും വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ +2 NCERT നിങ്ങൾ നിർബന്ധമായും വായിക്കണം. +2 NCERT നിങ്ങൾ നിർബന്ധമായും വായിക്കുക. നിർബന്ധമായിട്ടും +2 NCERTയുടെ ബാക്ക് സൈഡ് എക്സസൈസുകളും ചെയ്ത് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് മോഡേൺ ഫിസിക്സ്, അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മൂവിങ് ചാർജസ്, EM വേവ്സ് എല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ അറിയാം. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് NCERTയിൽ നിന്നും NCERT എക്സയിൽ നിന്നും കിട്ടും. നിങ്ങളതുകൊണ്ട് NCERT വായിച്ചിരിക്കണം, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനി ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയലാണ് നല്ലത്? അപ്പം ഇത് എൻ്റെ ഒപ്പീനിയനാണ്, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോഴത്തെ നീറ്റിനെ വെച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പം വന്നേക്കുന്ന റിലീസ് ചെയ്തേക്കുന്ന ഏറ്റവും പുതിയ പുസ്തകമാണ് NCERT പഞ്ച്. നല്ല മെറ്റീരിയലാണ്. അതേപോലെ തന്നെ പിന്നീട് MTG ആണ് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന പുസ്തകം. MTG നല്ല മെറ്റീരിയലാണ്. അരിഹന്ത് നല്ലതാണ്. പ്രദീപിൻ്റെ സ്റ്റെല്ലർ സീരീസ് മെറ്റീരിയൽ നല്ലതാണ്. പഞ്ച് നമുക്ക് കുറച്ചുകൂടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് പഞ്ച് കുറച്ചുകൂടെ നമുക്ക് പാറ്റേൺ ഓറിയൻറ്റഡ് ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ അത് വെച്ച് തന്നെ സോൾവ് ചെയ്യുക. ഇതിലേതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക.
പിന്നെ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷത്തെ നീറ്റിനും എപ്പോഴും നീറ്റിന് വെയിറ്റേജ് +2 ടോപ്പിക്കാണ്. +1 +2 ആണ്. ആ +2 ടോപ്പിക്കിൽ തന്നെ +2ലെ ഫസ്റ്റ് പുസ്തകമാണ്. ഫസ്റ്റ് പുസ്തകത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കുക, പരമാവധി വർക്ക് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാവോ അത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുക. പിന്നെ മനസ്സിലാക്കുക മക്കളെ, ഇതൊരു കോച്ചിങ് പീരീഡാണ്. നമ്മുടെ സ്കൂൾ ലൈഫ് നമുക്ക് രസകരമാണ്, കോളേജ് ലൈഫും രസകരമാണ്. പക്ഷെ കോച്ചിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞ സമയമാണ്. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പരമാവധി എഫേർട്ട് ഇടുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടുണ്ട്, നമ്മൾ നിങ്ങളുടെ കൂടുണ്ട്. ത്രൂ ഔട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടിനും നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എത്താം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചാനലുകളിൽ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. നീറ്റ് കഴിയുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ത്രൂ ഔട്ട് നല്ല കാര്യമായിട്ട് തന്നെ പഠിക്കുക. ഫിസിക്സിൽ നമുക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ ലൈവ് വീഡിയോസ് ഒക്കെ കാണുക. എല്ലാ ചാപ്റ്ററുകളുടെയും കൃത്യമായ കൺസെപ്റ്റുകളും ക്ലാരിറ്റികളും എല്ലാ ക്ലാരിറ്റിയിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.